ആരെയും വിധിക്കാതിരിക്കാം. സുവിശേഷത്തിലെ കരുണയൊഴുകുന്ന വചനം ഏതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പൊയ്ക്കൊള്ളുക, ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നതുതന്നെ. കർത്താവിൻ്റെ വിധി തീർപ്പിന് കാത്തിരിക്കുന്നവർക്ക് തുറന്നു കിട്ടിയത് സ്വർഗത്തിൻ്റെ നീതിവാചകം. നമ്മുടെ വിധി തീർപ്പുകളൊക്കെ എത്ര ദ്രുതവേഗതയിലാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറ്റവാളിയെന്ന് കോടതി വിധിക്കും മുന്നേ എത്തും നമ്മുടെ വിധി തീർപ്പുകൾ. വേഷപ്പകർച്ചകൾ കണ്ട് നാം വിധി എഴുതുകയാണ്. ആരെയും വിധിക്കരുത് എന്ന വാചകത്തോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ആപ്തവാക്യം കൂടി ചേർക്കട്ടെ. ബിഫോർ യു സ്റ്റാർട്ട് ജഡ്ജിങ് മീ, സ്റ്റെപ്പ് ഇൻ ടു മൈ ഷൂസ് ആൻഡ് വാക്ക് ദ ലൈഫ് ഐ ആം ലിവിങ്. ഇഫ് യു ഗെറ്റ് ആസ് ഫാർ ആസ് ഐ ആം, യു വിൽ സീ ഹൗ സ്ട്രോങ് ഐ ആം. മദർ തെരേസയെ നിരന്തരം ഭരിച്ചിരുന്ന നന്മയായിരുന്നു അത്. കുറ്റവാളിയെന്ന് മുദ്രകുത്തപ്പെട്ടവൻ്റെ വേഷപ്പകർച്ചയിലേക്ക് സ്വയം ചേർത്ത് വയ്ക്കുക. കുരിശിൽ കിടന്ന അവസാന നിമിഷം പറുദീസയിലേക്കൊരു ടിക്കറ്റ് തരപ്പെടുത്തിയ നല്ല കള്ളൻ്റെ മനോഭാവം ഇവിടെ അനുകരണീയമാണ്. സ്വയം തിരിച്ചറിവാണ് അന്യനെ വിധിക്കാതിരിക്കുവാൻ ഏറ്റവും ഉചിതമായ മാർഗം. നോമ്പുകാലം തിരിച്ചറിവുകളുടെ കാലമാകട്ടെ. നമ്മുടെ വിധി തീർപ്പുകളെ കരുണ പൊതിയട്ടെ. നീണമൊഴുകും തിരുമുറിവുകളിൽ കാണുന്നു ദൈവത്തിൻ സ്നേഹരൂപം. നീണമൊഴുകും തിരുമുറിവുകളിൽ കാണുന്നു ദൈവത്തിൻ സ്നേഹരൂപം. കരളലിയും മിഴിയോരങ്ങളിൽ കാണുന്നു മിശിഹാതൻ ആർദ്രഭാവം. കരളലിയും മിഴിയോരങ്ങളിൽ കാണുന്നു മിശിഹാതൻ ആർദ്രഭാവം. നീണമൊഴുകും തിരുമുറിവുകളിൽ കാണുന്നു ദൈവത്തിൻ സ്നേഹരൂപം. നന്മകൾ ചെയ്തൊരാ തിരുക്കരങ്ങളിൽ ആണികൾ ആഴ്ന്നിറങ്ങുമ്പോൾ സ്നേഹം പകർന്നിടും തിരുഹൃദയത്തിൽ അന്തമുനയാൽ തുളച്ചിടുമ്പോൾ ഒഴുകുന്നു ജീവന്റെ നിലയ്ക്കാത്ത തിരുനിണം. കാണുന്നു നാഥനിൽ ക്ഷമിക്കുന്ന തിരുമുഖം. നാഥ കാൽവരിനാഥ, കേൾക്കുന്നു നിന്ദീനമാം രോദനം. നാഥ എന്നേശുനാഥ, കാണുന്നു നിൻ ശോകമാം ഗദ്ഗദം. പാവനമാം കാലത്തിൽ ചുംബനം നൽകുവാൻ തിരുമുഖം